നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മളൊരു സ്കൂട്ടർ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു 1,65,000 രൂപ മുടക്കി നമുക്കൊരു സ്കൂട്ടർ വാങ്ങിക്കുക. അതായത് നമ്മൾ ഈ 1,65,000 രൂപ മുടക്കി നമ്മളൊരു സ്കൂട്ടർ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ KSEBിയുടെ ചാർജിങ്ങോ അതുമല്ലെങ്കിൽ പെട്രോളോ ഡീസലോ അങ്ങനെയുള്ള ഒരു വിധത്തിലുള്ള മുടക്കുകളും ഇല്ലാതുകൊണ്ട് നമുക്കത് ഒരു 5-10 വർഷക്കാലത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് സുഗമമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റുവാണെങ്കിൽ അതെങ്ങനെയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കൂട്ടർ, അതേ രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മളിന്ന് നോക്കുന്നത്. അതായത് നമ്മൾ സൂര്യപ്രകാശത്തിൽ നമ്മൾ സൂര്യൻ്റെ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യാത്രകൾ, ഓരോ ദിവസത്തെയും എല്ലാ യാത്രകളും നമുക്ക് സൂര്യൻ്റെ ഊർജ്ജത്തിൽ നിന്നും നടത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്കൂട്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാവുന്ന ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ്. അപ്പം ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഡീസലും പെട്രോളും അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റിയൊന്നും പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കറണ്ട് മാത്രം മതി, ഇലക്ട്രിസിറ്റി മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടറിനകത്ത് നമുക്ക് മെയിനായിട്ടും വരുന്ന ഒരു ബാറ്ററിയാണ് അതിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പം ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിട്ടുള്ളതും അതേപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററി വെച്ചിട്ടുള്ളതും രണ്ട് രീതിയിലുള്ളതും നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. എങ്കിലും കുറച്ചുകൂടെ പെർഫോമൻസും അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ബാറ്ററിയുടെ ആയുസും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലിഥിയം ബാറ്ററി തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ലിഥിയം ബാറ്ററികളിൽ ഉള്ള വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് 48 വോൾട്ട്, 60 വോൾട്ട്, 72 വോൾട്ട് ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള വോൾട്ടേജിലും അതേപോലെ തന്നെ 20 ആംപിയർ, 28 ആംപിയർ, 30 ആംപിയർ ഇങ്ങനെ വിവിധമായിട്ടുള്ള ആംപിയറിലും നമുക്ക് ഈ ബൈക്കുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ ബൈക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് ഒരു 60 വോൾട്ടും 30 ആംപിയർ, അതായത് 30 AH ബാറ്ററി വെച്ചിട്ടുള്ള ഒരു സ്കൂട്ടറിനെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 60 × 30, അതായത് 60 വോൾട്ട് × 30 ആംപിയർ ഇതിനെ തമ്മിൽ ഗുണിച്ചാൽ 3×6 = 18, ഏകദേശം 1800 വാട്ട്സിൻ്റെ ആയിരിക്കും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ബാറ്ററി. അപ്പോൾ 1800 വാട്ട് ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ആ ബാറ്ററിയിലേക്ക് 1800 വാട്ട്സ് കൊടുക്കുകയാണെങ്കിൽ ആ ബാറ്ററി പൂർണ്ണമായിട്ടും ഫുൾ ചാർജ് ആകുമെന്നുള്ളതാണ് നമുക്കതിന് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററികളിൽ അതായത് 200 AH, നമ്മൾ സാധാരണ നമ്മുടെ സോളാറിനൊക്കെ വേണ്ടി നമ്മൾ പറഞ്ഞ ബാറ്ററി അത് 200 AH 12 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ 200 നമ്മൾ 12 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ, 12 വേണ്ട, നമ്മളൊരു 10 കൊണ്ട് നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ 200നെ 10 കൊണ്ട് ഗുണിക്കുമ്പം 10 × 20 2000 വാട്ട്സ് എന്ന് വരും. അപ്പം നമുക്ക് ഈ 2000 വാട്ട്സിന് നമ്മൾ സോളാറിൽ ഉപയോഗിക്കുന്ന ആ 200 AHൻ്റെ ആ ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് സുഗമമായിട്ടും ഈ 2000 വാട്ട്സിൽ നിന്നും 1800 വാട്ട്സിൻ്റെ ആ ബൈക്കിൻ്റെ ബാറ്ററി പൂർണ്ണമായിട്ടും നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ബാറ്ററിയും അതോടൊപ്പം തന്നെ അതിന് ചാർജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സോളാർ പാനൽ, അതായത് 2000 വാട്ട്സിൻ്റെ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 600 വാട്ട്സിൻ്റെ സോളാർ പാനൽ അല്ലെങ്കിൽ 575 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ പാനൽ ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് സുഖമായിട്ടും ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ബാറ്ററി ഫുള്ളാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ സ്കൂട്ടർ വാങ്ങി, ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മളൊരു സ്കൂട്ടറിന് നമ്മൾ ഏകദേശം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1,10,000 രൂപ ഒക്കെ ഏകദേശം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കൂട്ടർ, കംപ്ലൈൻറ്റ് ഇല്ലാതുകൊണ്ട് ഓടുന്ന ലിഥിയത്തിലുള്ള ഒരു വാഹനം നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു വാഹനം വാങ്ങിച്ചാൽ നമുക്ക് ആ വാഹനം വാങ്ങിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു സോളാർ പാനൽ, ഒരു ടോപ്പ് കോണിൻ്റെ 525 വാട്ട്സിൻ്റെ ഒരു സോളാർ പാനലും അതുപോലെ തന്നെ ഒരു 200 AH C5 ഗ്രേഡിലുള്ളൊരു ബാറ്ററിയും ഒരു MPPT ചാർജ് കൊണ്ടുള്ള 50 ആംപിയറും ഒരു 1500 വാട്ട്സിൻ്റെ സർവീസ് ചെയ്യാവുന്ന ഈസി ആയിട്ട് നമുക്ക് സർവീസബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു സോളാർ ഇൻവേർട്ടറും കൂടെ വാങ്ങിച്ച് ആ ഒപ്പം തന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1,65,000 രൂപയ്ക്കുള്ളിൽ നിൽക്കും. ഇനി നിങ്ങൾക്ക് ക്വാളിറ്റി അല്പം കൂടി കൂടിയത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം വേണമെങ്കിൽ മുടക്കിനത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റിയും ഒക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. ഏകദേശം ഞാനൊരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ 1,65,000 രൂപയിൽ നിർത്തിക്കൊണ്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ള മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ആണെങ്കിൽ നമുക്കൊരു ഫുൾ ചാർജ് നമ്മൾ അതിനകത്ത് ഡിസ്ചാർജ് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ വൈകുന്നേരം നമ്മൾ ചാർജിന് ഇടുന്നത്, ഒരു പകുതിയൊക്കെ ചാർജ് ചിലപ്പോൾ കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിലും
നമുക്ക് ആ പകുതി ചാർജ് ചെയ്ത് ബാക്കിയുള്ള ബാലൻസിലുള്ളത് നമുക്ക് ബൈക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ സ്കൂട്ടർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഈ സോളാറിൽ നിന്ന് വരുന്ന എനർജി മിച്ചമുണ്ടെങ്കിൽ അത് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 1-2 ദിവസം നമ്മളുടെ സ്കൂട്ടർ നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിലും നമുക്ക് ആ സോളാറിൽ നിന്നും വരുന്ന ആ എനർജി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഈ രീതിയിലുള്ളൊരു സംവിധാനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് നമുക്ക് അതെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് KSEB ലൈനിൽ നിന്നുള്ള കറണ്ട് നമുക്ക് അത്രയും സമയം നമുക്ക് ഉപയോഗിക്കാതെ കൊണ്ട് അത് നമുക്ക് ലാഭമാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തായാലും നമ്മളിങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുകയാണെന്നൊരിക്കൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു ബാറ്ററിയും ഇൻവേർട്ടറും ഒരു യൂണിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇതുകൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ 2 ബാറ്ററി വെച്ചിട്ടോ അല്ലെങ്കിൽ 2 പാനൽ വെച്ചിട്ടോ ആ ഒരു രീതിയിലേക്ക് കുറച്ചും കൂടെ ഹൈ പവറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മറ്റു ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മളൊരു സ്കൂട്ടർ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ അപ്പോൾ പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ സ്കൂട്ടർ വാങ്ങിക്കുമ്പോൾ തന്നെ ഇനി കറണ്ട് ഇപ്പം ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇനി കറണ്ട് ചാർജ് ഒരുപാടാകുമോ, ഇത് സ്കൂട്ടർ ചാർജ് ചെയ്യുമ്പോൾ ഒത്തിരി കറണ്ട് ചാർജ് വരില്ലേ എന്നുള്ളൊരു ചിന്ത ഓരോരുത്തരും ഈ ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു പൈസ മുടക്കിയിട്ട് നമ്മളൊരു സെറ്റായിട്ട് നമ്മളിതെല്ലാം കൂടെ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് പേടിക്കാനില്ല. കാരണം വെച്ചാൽ നമുക്ക് കൂടുതലായിട്ടുള്ള കറണ്ട് ചാർജ് വരികയോ അങ്ങനെയുള്ള ഒരു സംഭവം ഒരു കാരണവശാലും വരില്ല. കാരണം നമ്മൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാനായിട്ടുള്ള ഫുൾ എനർജി നമ്മൾ എടുക്കുന്നു സോളാറിൽ നിന്നുമാണ് അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള ഫ്രീ ആയിട്ടുള്ള കിട്ടുന്ന നമ്മുടെ എനർജി കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ സോളാർ എനർജിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സോളാറിലേക്ക് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ബെനിഫിറ്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ റിയാക്ടറുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് നമ്മുടെ രാജ്യത്തുണ്ട്. ഇനിയും കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് വരാതെ നോക്കുന്നതിനും അതിലൂടെ നമുക്ക് അപ്പം അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ സോളാർ സംവിധാനത്തെ കൂടുതലായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് വന്നതിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിങ്ങൾക്കുള്ള ഒരു പ്രധാന സംശയമായിരിക്കും ഈ ബാറ്ററികളൊക്കെ, അതായത് നമ്മുടെ ഈ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ബാറ്ററികളൊക്കെ ഇത് എത്ര കാലം നിലനിൽക്കും, ഇത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ അടിച്ചു പോകുകയില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഒരു പുതിയ ടെക്നോളജി വന്നാൽ ഇപ്പോൾ നമുക്കത് 20 വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള ടെക്നോളജി ആണെങ്കിൽ നമുക്ക് ആ 20 വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 20 വർഷം ഉപയോഗിച്ച് നോക്കിയ ഒരു വ്യക്തിയെ നമുക്ക് കണ്ടതിന് ശേഷം അവരോട് നല്ലതാണോ എന്ന് ചോദിച്ചതിന് ശേഷം അത് വാങ്ങിക്കുക ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കതിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു ചെക്ക് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളത് വാങ്ങിക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ടെക്നോളജിയിൽ നിന്നും ഒന്നും നമ്മൾ വാങ്ങിക്കാതെ അങ്ങനെ മാറി നിൽക്കുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. അപ്പം നമുക്ക് ഇത്രയും കാലവും കണ്ടതിൽ നിന്നും, അതായത് ഏകദേശം ഈ ലിഥിയം ടെക്നോളജിയൊക്കെ വന്നിട്ട് തന്നെ വളരെ കാലങ്ങളായി. അപ്പം അത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജി ആണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ നിലവിൽ ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കാലം തന്നെ നിലവിൽ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്ന് പറയുമ്പം അത് തീപിടുത്തം ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് വാങ്ങിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള ഒരു രീതിയിലേക്കുള്ള പല ആളുകളും പല മെസ്സേജുകളും നമുക്ക് വിടാറുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഏതൊരു പുതിയ ടെക്നോളജി വരികയാണെങ്കിലും അത് ആദ്യമേ തന്നെ പൂർണ്ണതയിലെത്തിക്കൊണ്ട് ഒരു ടെക്നോളജി നമുക്ക് അവതരിപ്പിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കത്തുന്നതും പ്രശ്നങ്ങളും എല്ലാം നമ്മളിപ്പോൾ ആദ്യം ഉള്ളതിനെ കഴിഞ്ഞു ഇപ്പം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് ഈ കമ്പനികൾ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഞ്ചിനീയർമാർക്ക് പറ്റുന്ന ചില ചെറിയ അപാകതകളും അബദ്ധങ്ങൾ കൊണ്ടാണ് ഇത് ശരിക്കും ഈ തീ പിടിക്കുന്നത്. അല്ലാതെ അത് തീ പിടിക്കത്തില്ലാത്ത രീതിയിലൊരു സ്കൂട്ടർ ഉണ്ടാക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ആ എഞ്ചിനീയർമാർക്ക് വരുന്ന ചെറിയ ആ പിഴവുകൾ മാറ്റി അത് പുതിയതായിട്ടുള്ള രീതിയിലേക്ക് അത് ഡിസൈൻ മാറ്റി അത് കറക്റ്റ് ചെയ്ത് വരുന്നതിനോടുകൂടി ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി, ഈ തീപിടുത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെ എല്ലാം മാറി ഇത് 100% സേഫ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് ഭാവിയിൽ ഉറപ്പായിട്ടും ഇത് എത്തിച്ചേരും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്കിടയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോളാറുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ടെക്നോളജികളും അതേപോലെ തന്നെ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി വീഡിയോസുകളാണ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് വരികയും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇതൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കുക. നമ്മൾ കൂടുതൽ പുതിയ നിങ്ങൾക്ക് അറിവ് കിട്ടുന്ന പുതിയ വീഡിയോകൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിൽ നല്ല അടിപൊളി മറ്റൊരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരേക്കും ബൈ.